ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC അറാബി. അപ്പോൾ നമ്മുടെ ഒറ്റയടി സീരീസിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിയിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പലരും കൺഫ്യൂഷൻ ആവുന്ന അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഉറപ്പ് തരാം, ഈ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ പ്രോപ്പറായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് കണ്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് തറോ ആക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നുള്ളതാണ്. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഇവിടെ ഒരു ചരിവ് വരുന്നുണ്ട്. ആ നോട്ടത്തിൻ്റെ ചരിവ് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ ഒരു രേഖയായിട്ട് വരച്ചു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നമ്മൾ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഇയാളുടെ നോട്ടം ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അതും ഈ ഒരു ബിൽഡിങ്ങും കൂടെ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് എന്ത് വരുന്നത്, ട്രിഗ്നോമെട്രി വരുന്നത്. അവിടെയാണ് എന്തുള്ളത്, ആംഗിൾ ഓഫ് എലിവേഷനും വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവേ ക്വസ്റ്റ്യൻസിൽ, പൊതുവേ എന്ന് പറയാൻ കാരണം അല്ലാത്തത് ഉണ്ട് കേട്ടോ, ജനറലി ക്വസ്റ്റ്യൻസിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ലെങ്ത്തിനോട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് പേഴ്സൻ്റെ ലെങ്ത് ആയിട്ട് തരാറുള്ളത്. അതായത് പേഴ്സൺ ഒരു ലെങ്ത് നമ്മൾ കൊടുക്കില്ല, ഒരു പോയിന്റ് ആയിട്ടാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, പേഴ്സണെ കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, പേഴ്സണോ അല്ലെങ്കിൽ പൂച്ച എന്തെങ്കിലും ആവട്ടെ ഈ നോക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്താണ്, ഇത് നമ്മുടെ ആ ഒരു കെട്ടിടത്തിൻ്റെ ലെങ്ത് ആണ്. ഇനി ഇതെന്താണ്, ആ പോയിന്റ് അല്ലെങ്കിൽ പേഴ്സണിൽ നിന്നും കെട്ടിടത്തിലോട്ടുള്ള ദൂരമാണ്. ഇതെന്താണ്, ഈ ആള് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലോട്ട് നോക്കുന്ന അവിടുത്തെ ആ ഒരു എന്താണ് ചരിവ് എന്ന് പറയുക അല്ലേ, ആ ഒരു എലിവേഷൻ. അപ്പോൾ അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എലിവേഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട് നോക്കുമ്പോൾ വരുന്നതാണെങ്കിൽ ഡിപ്രഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് താഴേക്കൊരാൾ നോക്കുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് എന്ത് നിൽക്കുന്നത്, ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഇരിക്കുന്ന ഒരു പൂച്ചയെ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിട്ട് എടുക്കാറ്. അങ്ങനെയല്ല, എപ്പോഴും നമ്മൾ നേരെ നോക്കുമ്പോൾ ഹൊറിസോണ്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു ലൈനും താഴോട്ടേക്ക് അവിടെ വരുന്ന ചരിവും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് കൊടുക്കേണ്ടത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇയാൾ ശരിക്കും നേരെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് നോക്കേണ്ടത്. ഇപ്പം ഇവിടെ താഴത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളിനെ, ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൂച്ചയുടെ കേസിൽ പൂച്ച ഈ ഒരു പേഴ്സണെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഇതെന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. താഴത്തോട്ട് നോക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷനുമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്, അതിന് പാരലൽ ആയിട്ടാണ് താഴെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ വരുന്നത്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ടൊരു ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പം താഴെയുള്ള ഒരു പോയിന്റും മുകളിലുള്ള ഒരു പോയിന്റും അവിടുന്ന് താഴോട്ടും മുകളിലോട്ടും ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതും എന്താണ്, തീറ്റയാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ കേട്ടോ. നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ പൂച്ച, ഇവിടെയാണ് പേഴ്സൺ നിൽക്കുന്നത്, ഇത് ബിൽഡിംഗ് ആണ്. ആൻഡ് ആ ബിൽഡിങ്ങിൽ നിന്നും പൂച്ചയിലോട്ടുള്ള ദൂരമാണ് താഴെ ബേസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുകൾ ഭാഗത്ത് നിന്നും ഹൊറിസോണ്ടലി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, അപ്പോൾ ഇത് മൂന്നും നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് ബിൽഡിങ്ങിൽ രണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇതിൽ ഇയാളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് മുകളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എയ്റോപ്ലെയിൻ കാണാം, താഴത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പൂച്ചനെ കാണാം,
നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടീനെയും കാണാം അല്ലേ. അപ്പോൾ ഈ നേരെ നോക്കുന്നതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന്. ഇയാൾ എയർപ്ലെയിനെ നോക്കുന്നതാണ് എന്ത്, അവിടെ വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. താഴത്തോട്ട് ഇയാൾ ഈ പൂച്ചനെ നോക്കുന്നതാണ് എന്ത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ, എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ളത്, ആൻഡ് ഓൾസോ ഈ ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പിന്നെ ഇതിൽ വരുന്നൊരു കൺസെപ്റ്റാണ്, ഇപ്പോൾ ആളുകൾ മൂവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇയാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പം ഇവിടെ എന്ത് സംഭവിക്കും, ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടാവും അല്ലേ. ഇവിടെ നമുക്കൊരു ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്നുണ്ട്. ഇനി ഇയാൾ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷനിൽ മാറ്റം വരില്ലേ. ഇയാൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് നോക്കേണ്ടത് നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ഇയാൾ ആദ്യം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞാൽ മതിയെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഒന്നും കൂടെ മുകളിലോട്ട് നോക്കണം അല്ലേ. നമ്മൾ ആ ഒരു എന്ത് സാധനത്തിനെയാണോ നോക്കുന്നത് അതിൻ്റെ അടുത്തെത്തും തോറും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടം, നമ്മുടെ ചരിവ് കൂട്ടി കൂട്ടി വരണം. അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ത് ചെയ്യും, കൂടി കൂടി വരും. ഒബ്ജക്ട്സിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും തോറും ആംഗിൾ ഓഫ് എലിവേഷൻ എന്ത് ചെയ്യും, കൂടും. ഇപ്പം ഇവിടെ ആദ്യത്തെ ആംഗിൾ ഇതാണെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാലുള്ള ആംഗിൾ നോക്കിക്കേ, ഈ ഒരു ഇത് ചെറുതായിരുന്നു, ഇത് കുറച്ചും കൂടെ എന്ത് ചെയ്തു, വലുതായില്ലേ. അപ്പം അവിടെ ഇതാണ് ആദ്യത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ, ഇതാണ് രണ്ടാമത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ. ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആദ്യം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടാവും, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ, മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ രണ്ടിലും എന്ത് കോമൺ ആണ്, ഈ ഒരു ടവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഹൈറ്റ് സെയിം ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുള്ളത്. പ്രോബ്ലംസ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ വരച്ച സംഭവം ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോയിന്റ് ഇതാണെങ്കിൽ അവിടെ നമുക്കൊരു ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ട്. അതിൽ നിന്നും ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും തോറും എന്താവും, ആംഗിൾ ഓഫ് എലിവേഷൻ കൂടുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് പോകും തോറും എന്ത് സംഭവിക്കും, ആംഗിൾ ഓഫ് എലിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ 3 ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടു, നമ്മൾ ഇതൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ പ്രോബ്ലംസ് എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ ഓരോ ആംഗിൾസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന് എന്തുണ്ട്, റേഷ്യോ വാല്യൂസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാറുള്ളൂ. അതിൽ ശരിക്കും 2 ടൈപ്പേ വരാറുള്ളൂ. മൂന്നാമത്തത് വളരെ റെയർ ആയിട്ട് വരുന്നതാണ്, എന്നാലും മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക കേട്ടോ. അതായത് ഇവിടെ 60യും ഇവിടെ 30യും വരാം. രണ്ടാമത്തത് ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 45, 90, അതായത് 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നത്. മൂന്നാമത്തത് വളരെ റെയർ ആയിട്ടാണ്, എന്നാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, 15 ഡിഗ്രി, 75 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും 15, 75 പഠിക്കുന്നത്. അപ്പം എന്തായാലും പഠിച്ചു കേട്ടോ. അപ്പം ഒന്നാമത്തെ ട്രയാങ്കിൾ നോക്കുമ്പം നമുക്ക് ഓരോ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ വാല്യൂസ് നോക്കാം. ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് വരേണ്ട വാല്യൂ 1 ആണ്, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. അതായത് 1:√3:2. 30യുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റും അതേപോലെ 90യുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റുമാണ് ഡിസ്റ്റൻസ്, ആ ഒരു വാല്യൂ, ആ സൈഡിൻ്റെ വാല്യൂ വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 10 മീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 10√3 ആയിരിക്കും. ഇതെന്തായിരിക്കും, 20 ആയിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത ട്രയാങ്കിൾ നമുക്ക് ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ 45, 45 2 ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. 45യുടെ ഓപ്പോസിറ്റ് 1, ഇതിൻ്റെ ഓപ്പോസിറ്റും 1, 90യുടെ ഓപ്പോസിറ്റ് √2. മൂന്നാമത്തത് 15, 75ൽ 15ൻ്റെ ഓപ്പോസിറ്റ് √3 - 1. ആൻഡ് അടുത്തത് 75ൻ്റെ ഓപ്പോസിറ്റ് √3 + 1, 90യുടെ ഓപ്പോസിറ്റ് 2√2. അപ്പോൾ ഈ ഒരു 3 ട്രയാങ്കിളും നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് വരച്ച് വെച്ചിട്ട് അതൊന്ന്
മനസ്സിലാക്കി വെക്കുക. അതായത് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വരച്ച് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് താനേ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ റേഷ്യോ വാല്യൂസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The angle of elevation of a ladder standing against the wall is 60 degree and the distance between the foot of the ladder and the wall is 6.5 meter. Find out the length of the ladder. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വാളിൽ നോക്കിക്കുക, ഫിഗർ നമുക്ക് ഇതിങ്ങനെ കൊടുക്കാം അല്ലേ. ഒരു വാളിൽ ചരിച്ച് വെച്ചിരിക്കുന്ന, ഒരു വാളിൽ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ലാഡറിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് ഈ വാളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ആൻഡ് ദ വാൾ. ഈ വാളിൻ്റെ താഴേന്ന് ലാഡറിൻ്റെ ഫൂട്ടിലോട്ടുള്ള ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലാഡറിൻ്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അതായത് ഇവിടെ നമുക്ക് എ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബി എന്താണ്? വാളാണ്. എ സി എന്താണ്? നമ്മുടെ ആ ഒരു ലാഡറാണ്. ബി സി എന്ന് പറയുന്നത് വാളിൽ നിന്നും ലാഡറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 30 ഡിഗ്രി വരും. നമ്മുടെ സൈഡിൻ്റെ റേഷ്യോ കൺസെപ്റ്റ് പ്രകാരം 30ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 1ഉം 60യുടെ ഓപ്പോസിറ്റ് √3 ആൻഡ് 90യുടെ ഓപ്പോസിറ്റ് 2. ഇവിടെ നമുക്ക് എന്തറിയാം? ഈ ഒരു വാളിൻ്റെ താഴെ നിന്നും ലാഡറിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഒരു യൂണിറ്റ് നമുക്കറിയാം. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 6.5 മീറ്റർ ആണെങ്കിൽ ലാഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ സി ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.5 ഇൻറ്റു 2, 13 മീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. സിമ്പിളാണ്. നമുക്ക് ആ ഒരു ചിത്രം ആദ്യം വരയ്ക്കാൻ സാധിക്കണം. പറഞ്ഞിരിക്കുന്നത് പ്രകാരം ചിത്രം വരയ്ക്കാൻ സാധിക്കുക. ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുകയാണ്. അതിൽ 30, 60, 90 അല്ലെങ്കിൽ 45, 45, 90, അതും അല്ലെങ്കിൽ 15, 75, 90 എന്ന് പറയുന്ന ഇത് മൂന്നും അല്ലാതെ വേറെ ചോദിക്കില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ സൈഡ്സിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് എ point situated at a distance of 70 meter from the base of tower is 45 degree. The height of the tower. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? ഒരു പോയിന്റിലോട്ട്. എവിടെ പോയിന്റ് വരുന്നത്? പോയിന്റ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 മീറ്റർ ഫ്രം ദ ബേസ് ഓഫ് എ ടവർ. ഒരു ടവറിൻ്റെ താഴെ നിന്നും 70 മീറ്റർ ദൂരെ നിൽക്കുന്ന ഒരു പോയിന്റിലോട്ട് വരുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ 45 ഡിഗ്രി ആണെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് എത്ര? നോക്കിക്കേടാ, ഇതാണ് ടവർ എന്ന് വിചാരിക്കാം. ടവറിൻ്റെ താഴെ നിന്നും 70 മീറ്റർ ദൂരെയായിട്ടൊരു പോയിന്റിലോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതേ ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണെന്നാണ് പറഞ്ഞത്? 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ടവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നത്, ഡിസ്റ്റൻസ് അറിയുന്നത് എന്താണ്? ഈ ഒരു ബേസിൻ്റെ വാല്യൂ നമുക്കറിയാം 70 മീറ്റർ ആണ് അല്ലേ. ഇത് 70 മീറ്റർ ആണ്. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രിയിൽ നമുക്ക് റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ്, ഇത് √2 യൂണിറ്റ്. നമുക്ക് എന്താ കാണേണ്ടത്? ടവറിൻ്റെ ലെങ്ത് ആണല്ലേ, 1 യൂണിറ്റ് ആണ് കാണേണ്ടത്. സോ ആൻസർ എന്താണ്? 70 മീറ്റർ ആണ്. അല്ലടാ, ഇവിടെ ഒരു യൂണിറ്റ് 70 മീറ്റർ, അല്ലെങ്കിൽ നോക്കിക്കേ 45ൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ്, രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എന്താണ്? 70 ആണ്. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് എ ടവർ ഓഫ് ലെങ്ത് 10 മീറ്റർ വെൻ ദ സൺസ് ആൾട്ടിറ്റ്യൂഡ് ഈസ് 30 ഡിഗ്രി. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ, നന്നായിട്ട് ശ്രദ്ധിക്കേ. അതായത് 10 മീറ്റർ നീളം വരുന്ന ഒരു ടവറിൻ്റെ ഷാഡോയുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. നേലിൻ്റെ ലെങ്ത് കാണാനാണ്. എപ്പോൾ? സണ്ണിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 30 ഡിഗ്രി ആകുമ്പോൾ. സണ്ണ് 30 ഡിഗ്രി ചരിവിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഷാഡോ, അതിൻ്റെ നിഴലിൻ്റെ നീളം എത്രയാണെന്നാണ് കാണേണ്ടത്. നോക്കിയാലോ,
ഇവിടെ നമുക്ക് ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടവർ, 10 മീറ്റർ നീളം വരുന്ന ടവർ. ഇവിടെയാണ് സണ്ണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും സണ്ണ് അല്ലെങ്കിൽ ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇങ്ങോട്ടേക്കാണ് എന്തുണ്ടാവുക, അതായത് ആക്ച്വലി സെയിം ഡയറക്ഷൻ എന്ന് പറയാം അല്ലേ. ഇപ്പം ബിൽഡിങ്ങിലോട്ട് ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തേക്കാണ് എന്ത് വരിക, നമ്മുടെ ഷാഡോ വരിക. അപ്പം അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സണ്ണിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്കിതാ ഈ ഒരു ടവറിന്ന് നേരെ ഹൊറിസോണ്ടലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ അത് തന്നെയാണ് എന്ത്, അതായത് ടവറിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് സണ്ണിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിവിടെ വരുന്ന ആ ഒരു ഷാഡോ ഞാൻ പറഞ്ഞു എങ്ങോട്ടേക്കാണ്, ഇപ്പുറത്തേക്കാണ്. ഇതാണ് ഷാഡോയുടെ ലെങ്ത് എന്ന് വിചാരിക്കുക. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതൊന്ന് ഇത് ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. അതിൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യേ, ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് അറിയുന്നത് ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിൽ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കണം, 30 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഞാൻ എന്ത് കൊടുത്തു, 30 ഡിഗ്രി കൊടുത്തു. നമുക്ക് എന്തറിയാം, ടവറിൻ്റെ ലെങ്ത് അറിയാം, 10 മീറ്റർ ആണ്. അതായത് ഇവിടെ 60 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ 30യുടെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്താ വരേണ്ടത്, 60യുടെ ഓപ്പോസിറ്റ് വരേണ്ടത് √3 യൂണിറ്റ് ആണല്ലേ. √3 യൂണിറ്റ്. നമുക്കത് ഒരു യൂണിറ്റ് ഒന്ന് കൊടുക്കാം. അപ്പം ഒരു യൂണിറ്റ് 10 മീറ്റർ ആണെങ്കിൽ ഷാഡോയുടെ ലെങ്ത് വരേണ്ടത് √3 യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10√3 മീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The guard observes an enemy boat from an observation tower at a height of 180 meter above sea level to be at an angle of depression of 60 degree. The distance of the boat from the foot of the tower is. ഒരു ഗാർഡ് എന്ത് ചെയ്യാണ്, ഒരു എനിമി ബോട്ടിനെ ഒബ്സർവ് ചെയ്യാണ്. എവിടെ നിന്നാണ്, ഒരു ടവറിൻ്റെ മുകളിൽ നിന്നാണ്. അതായത് 180 മീറ്റർ വരുന്ന ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു എനിമി ബോട്ടിനെ ഒബ്സർവ് ചെയ്യാണ്. ആ ഒബ്സർവ് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ്, 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ട് ടവറിൻ്റെ ഫൂട്ടിൽ നിന്നും താഴെ നിന്നും എത്ര ദൂരത്തിലാണ്? ആ ഫിഗർ വരയ്ക്കാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതാണ് ടവർ. ടവറിൻ്റെ മുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗാർഡ് അപ്പുറത്തുള്ള താഴത്തുള്ള ഒരു എനിമി ബോട്ടിനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരിക അല്ലേ. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അഥവാ അതെന്തിന് ഈക്വലാണ്, ഈ ആംഗിളിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിരിക്കുന്നത് 60 ഡിഗ്രി. അതേ 60 ഡിഗ്രി നമുക്ക് ഇവിടെയും കൊടുക്കാം. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്, ആ ടവറിൻ്റെ ലെങ്ത്ത് 180 മീറ്റർ. ഞാൻ പറഞ്ഞു പൊതുവേ നമുക്ക് വേറെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ലെങ്ത്ത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഇവരെ നമ്മൾ ലെങ്ത്ത് എടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇപ്പം ഞാനിവിടെ 180 മീറ്റർ അവിടെ നിൽക്കട്ടെ. ഇത് 180 മീറ്റർ ആണ്. 60ൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ, ഇത് 30 ഡിഗ്രി ആണ്. 60യുടെ ഓപ്പോസിറ്റ് എന്താ വരേണ്ടത്, √3 യൂണിറ്റ് ആണ്. 30യുടെ ഓപ്പോസിറ്റ് എന്താ വരേണ്ടത്, 1 യൂണിറ്റ് ആണ്. നമുക്ക് എന്താ കാണേണ്ടത്, ഈ ലെങ്ത് അല്ലെങ്കിൽ 1 യൂണിറ്റ് ആണ് കാണേണ്ടത്. എന്തറിയാം, √3 യൂണിറ്റ് 180 മീറ്റർ ആണ്. അപ്പം √3 യൂണിറ്റ് 180 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര, 180/√3. നിങ്ങൾക്ക് ഇവിടെ ആൻസർ അങ്ങനെ ബൈ വരുന്ന ഒറ്റ ആൻസറും കാണൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിൽ നിന്ന് √3 ഒഴിവാക്കണം. ഡിനോമിനേറ്ററിൽ നിന്ന് √3 ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലും താഴെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് എളുപ്പത്തിന് മുകളിലും താഴെ എന്ത് ചെയ്താൽ മതി, √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, ഇപ്പം എന്തായി, 180 √3/√3 × √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 180ൽ 60 ടൈംസ്. 60 × √3, 60 √3 മീറ്റർ ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ എന്ന് പറയാൻ സാധിക്കും. ആ ഒരു ടവറിൻ്റെ ഫൂട്ടിൽ നിന്നും ഈ ഒരു ബോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 60 √3 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The angle of elevation of a top of a tree from a point on the ground which is 300 meter away from the base of the tree is 30 degree.
when the height of the tree increases, the angle of elevation changes to 60 degree. Find the increase in the height of the tree. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. അതായത് ഒരു ട്രീയുടെ, നമുക്കിവിടെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം, മരത്തിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. ആ മരത്തിലോട്ട് താഴെയുള്ള ഒരു പോയിന്റിൽ നിന്നും വരുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്, അതായത് ട്രീയുടെ താഴെ നിന്നും 300 മീറ്റർ അകലെയായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ് വരുന്നത്. എന്നാൽ ഈ ട്രീ വളരുകയാണെങ്കിൽ, കുറച്ചും കൂടെ മുകളിലോട്ട് വളർന്നു കഴിഞ്ഞാൽ ഇതേ പോയിന്റിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായിട്ട് മാറും? 60 ഡിഗ്രി ആയിട്ട് മാറും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇതാണ് ആദ്യത്തെ ട്രീ എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കൊരു ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി വരുന്നുണ്ട്. ആ ട്രീ എന്ത് ചെയ്തു? വളർന്ന് വലുതായി അല്ലേ, കുറച്ചും കൂടെ നീളം വെച്ചു. അപ്പം നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താവും? കുറച്ചും കൂടെ ആംഗിൾ കൂടും, ഇതാവും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ ഈ കുഞ്ഞി ട്രയാങ്കിളിൽ ആദ്യത്തെ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഫസ്റ്റ് നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ, അതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഇനി വലിയ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് സെയിം ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇത് കൂടുന്നുണ്ട് അല്ലേ, ഈ ഭാഗം കൂടുന്നുണ്ട്. ആദ്യം ഇത്ര ഡിസ്റ്റൻസ് ഉള്ളത് പിന്നെ ഇത്രയായി. അതേപോലെ ഹൈപ്പോറ്റനസും മാറ്റം വരുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ആരുണ്ട്? ഇയാൾ കോമൺ ആണ്. ഇയാളുടെ കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ കോമൺ ആയിട്ടുള്ള ആളുടെ വാല്യൂ നമുക്ക് അറിയുകയും ചെയ്യാം കേട്ടോ. എത്രയാണ്? 300 മീറ്റർ ദൂരത്തിലാണ് പോയിന്റ് വരുന്നത്, ബേസിൽ നിന്നും 300 മീറ്റർ ദൂരത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ 2 റേഷ്യോസ് വരുന്നുണ്ട്. അതായത് ഇത് 30 ആവുമ്പോൾ, ചെറിയ ട്രയാങ്കിൾ ഇത് 30 ആവുമ്പം ഇത് 60 ആയിരിക്കും. വലിയ ട്രയാങ്കിൾ ഇത് 60 ആവുമ്പം ഇതെന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ സൈഡിന് തന്നെ 60യുടെ ഓപ്പോസിറ്റും 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് 2 വാല്യൂസ് വരും. നമ്മളിവിടെ ഒന്നായിട്ട് നോക്കാം. അതായത് 60ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, ഞാനിവിടെ √3 യൂണിറ്റിന് പകരം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി √3x എന്ന് കൊടുക്കുകയാണേ. √3x ആണെന്ന് വിചാരിക്കുക. ഇത് √3x ആണെങ്കിൽ, ഇനി വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് √3x വാല്യൂ വരുന്നത്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് അല്ലേ മക്കളെ വരേണ്ടത്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് √3x ആണെങ്കിൽ, ഈ മൊത്തത്തിലുള്ള ലെങ്ത് എനിക്ക് എങ്ങനെ പറയാം? A B C D എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ 60യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം √3 യൂണിറ്റ് ആണ്. ശ്രദ്ധിക്കണേ, ഞാനിവിടെ ആദ്യം ചെറിയ ട്രയാങ്കിളിൻ്റെ 60യുടെ ഓപ്പോസിറ്റ് √3x കൊടുത്തു. വേണമെങ്കിൽ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ 1x കൊടുക്കുക, ബി ഡിയുടെ ലെങ്ത്ത് എക്സും കൊടുക്കാം. അപ്പോൾ ബി ഡിയുടെ ലെങ്ത്ത് എക്സ് വന്നു, ഇത് √3x വന്നു. വലിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് വരുന്ന 1 യൂണിറ്റ് √3x ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ √3 യൂണിറ്റ് ആണ് അല്ലേ. 30ൻ്റെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്താണ്? √3 യൂണിറ്റ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് √3x ആണെങ്കിൽ √3 യൂണിറ്റ് √3 ഇൻറ്റു √3x, √3 ഇൻറ്റു √3 3x എന്ന് കിട്ടും. നോക്കിക്കേ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് 3xും കിട്ടി. മക്കളെ, നമുക്ക് എന്താ കാണേണ്ടത്? ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ്, എ ഡിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. എ ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ ബി മൈനസ് ബി ഡി ആണല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബിയുടെ വാല്യൂ 3x മൈനസ് ബി ഡിയുടെ വാല്യൂ എക്സ് 2x ആണ് നമുക്ക് കാണേണ്ടത്. ഇതൊക്കെ കാണാൻ നമുക്ക് അറിയുന്നത് ബി സിയുടെ ലെങ്ത്ത് നമുക്കറിയാം, √3x അറിയാം. സോ √3x എന്ന് പറയുന്നത്, ഞാൻ അപ്പുറത്തെ പേജിലോട്ട് എഴുതാണേ. √3xൻ്റെ വാല്യൂ എത്രയാണ്? 300 മീറ്റർ ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് 2x അല്ലേ. 2xൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്രോസ് ചെയ്യുന്ന സമയത്ത് എക്സും എക്സും നമുക്ക് അവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 2/√3. ദാറ്റ് ഈസ് ഈക്വൽ ടു
മുകളിലും താഴെ എന്ത് ചെയ്യാം, √3 ഒഴിവാക്കാൻ വേണ്ടി മുകളിലും താഴെ നമുക്ക് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, √3 × √3 3 ആണ്. അപ്പോൾ 200 √3 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ √3യുടെ വാല്യൂ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ടു എൻ ഇൻറ്റിജർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 200 × 1.732 ആണ്. 732 ഇട്ട് കൊടുത്തു. 1.732 എന്ന് പറയുമ്പോൾ 1.173 × 2 346 പോയിന്റ് സംതിങ് 346 പോയിന്റ് സംതിങ് ആണ്. നിയറസ്റ്റ് കൊടുക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. 346 മീറ്റർ ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. The top of two buildings of height 24 meter and 36 meter are connected by a wire. If the wire makes an angle of 60 degree with the horizontal, then the length of wire is. രണ്ട് ബിൽഡിങ്സ് എന്ന് പറയുന്നത് 24 മീറ്റർ ഹൈറ്റും 36 മീറ്റർ ഹൈറ്റും വരുന്ന രണ്ട് ബിൽഡിങ്സിനെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 24 മീറ്റർ, ഇത് 36 മീറ്റർ. ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. വയർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഈ വയർ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ വയറിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. നമുക്കുണ്ടല്ലോ ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ ലെങ്ത്ത് ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കുക അല്ലേ. എടാ ഇവിടെ 24 ആണ്, ഇത് മൊത്തത്തിൽ 36 ആണെങ്കിൽ ഇവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്താ വരേണ്ടത്? ഇവിടെ നമുക്ക് 36 - 24 12 മീറ്റർ കൊടുക്കാം. ഇനി ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇതെന്താണ് 30 ആണ്, ഇതെന്താണ് 90 ആണ്. റേഷ്യോ വാല്യൂസ് എങ്ങനെ വരേണ്ടത്? 60യുടെ ഓപ്പോസിറ്റ് ഇവിടെ √3, ഇവിടെ 1, ഇവിടെ 2. നമുക്ക് കാണേണ്ടത് വയറിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ 2 യൂണിറ്റ് ആണ്. നമുക്ക് അറിയുന്നത് 60ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള √3 യൂണിറ്റ് നമുക്കറിയാം അല്ലേ. √3 യൂണിറ്റ് 12 മീറ്റർ ആണെങ്കിൽ വയറിൻ്റെ ലെങ്ത് 2 യൂണിറ്റ് എത്ര? 12 × 2 ഡിവൈഡഡ് ബൈ √3. നിങ്ങൾ മുകളിലും താഴെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ വരുന്നത്? 4 2 8 √3 മീറ്റർ ആണെന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്തത് ഓപ്ഷൻസ് കാണുമ്പം പെട്ടെന്ന് ഞെട്ടിത്തരിച്ചു പോകുന്നതാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. A pole of length 7 meter is fixed vertically on the top of a tower. The angle of elevation of the top of the pole observed from a point on the ground is 60 degree and the angle of depression of the same point on the ground from the top of tower is 45 degree. Height of the tower. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ മക്കളെ ഒരു പോള് എവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്? ഒരു ടവറിൻ്റെ മുകളിൽ നമ്മളൊരു പോള് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലെന്ത് തന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പോള്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ. അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പോൾ ഒബ്സർവ്ഡ് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ഒരു താഴെയുള്ള ഏതോ ഒരു പോയിന്റിൽ നിന്നും ഈ പോളിൻ്റെ മുകളിലോട്ട് വരുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്. 60 ഡിഗ്രി ആണ്. ഫിഗർ ഇതാണ് വരിക. എൻ്റെ അടുത്ത് നോക്കിക്കേ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ സെയിം പോയിന്റ്. തിരിച്ച് ഇതേ പോയിന്റിലോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എവിടെ നിന്നുള്ള? സെയിം പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ടവർ. പോളെന്നല്ല, തിരിച്ച് ഈ ഒരു ടവറിൻ്റെ ടോപ്പിൽ നിന്നും, കണ്ടോ, ടവറിൻ്റെ ടോപ്പിൽ നിന്നും താഴത്തേക്ക് വരുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ്? ഇത് 45 ഡിഗ്രി. ഒന്നുകൂടെ നോക്കിക്കേ, നമുക്കൊരു ടവറിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു പോള് വരുന്നുണ്ട്. ആ പോളിലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. എന്നാൽ ഇതേ പോയിന്റിലോട്ട് ടവറിൽ നിന്നും, പോളിൽ നിന്നുമല്ല ടവറിൽ നിന്നും താഴത്തോട്ട് നോക്കുമ്പോൾ വരുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ 45 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൽ വലിയ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി, ചെറിയ ആംഗിൾ എന്ത് കിട്ടി? 45 ഡിഗ്രി കിട്ടി. നമുക്ക് വേറെ എന്താ അറിയുന്നത്? ഈ പോളിൻ്റെ ലെങ്ത് അറിയാം 7 മീറ്റർ ആണ്. എന്താ കാണേണ്ടത്? ടവറിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. നമ്മൾ ആദ്യം ഈ കുഞ്ഞി ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, അതായത് 45 ഡിഗ്രി ആംഗിൾ വരുന്ന കുഞ്ഞി ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ 45 ഡിഗ്രി ആകുമ്പോൾ പ്രത്യേകത എന്താണ്? ഇത് 1, ഇത് 1, ഇത് √2. ഓക്കെ, 1 എടുക്കുന്നതിനേക്കാളും നല്ലത് 60 ആദ്യം എടുക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് 60 ഡിഗ്രി ആംഗിൾ വരുന്ന ആദ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ
ആ √3x എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമുണ്ടാവും. ഇപ്പം ഞാൻ 45-ൻ്റെത് ഇവിടെ 1 കൊടുത്തു, 1x ആണ്. 60-യുടേതും അത് നേരെ ഈക്വൽ ആയിട്ട് വരിക എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുമ്പോഴേ, സോറി ഈക്വൽ അല്ല, ഈക്വൽ ഇവിടെ വരുന്നതല്ലേ, സോറി 60-യുടേത് മൊത്തത്തിലാണ് വരുന്നത് അല്ലേ, 60-യുടേത് മൊത്തത്തിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ എക്സ് കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ എടുത്താൽ മതി, പ്രശ്നമില്ല കേട്ടോ. 45 ഡിഗ്രിയുടെ തന്നെ ആദ്യം എടുക്കാം. അപ്പോൾ 45-യുടെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? 45-യുടെ ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. നോക്കിക്കേ, 2 ട്രയാങ്കിൾ വരുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? എക്സ് എന്ന് കൊടുക്കുന്നത്. ഇത് എക്സ് ആണെങ്കിൽ താഴത്ത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. മറ്റേത് നമ്മൾ നോക്കണ്ട, ഹൈപ്പോട്ടനസ് നമുക്ക് നോക്കണ്ട. ഇനി വലിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? 60 ഡിഗ്രി ആണ് വരുന്നത്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാണ്. നമുക്ക് ആദ്യം കോമൺ ആയിട്ടുള്ള സാധനം നോക്കണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ബേസ് എന്താണ്? സെയിം ആണ്, ബേസ് സെയിം ആണ്. ആൻഡ് ഈ ആംഗിൾ എന്താണ്? 30 ഡിഗ്രി ആണ്. ഓക്കെ, ഈ ആംഗിളിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് എക്സ് ആണ്. 1 യൂണിറ്റ് എക്സ് ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇത് മൊത്തത്തിൽ എന്ത് വരണം? ഇത് മൊത്തത്തിൽ √3x വരണം. ഒന്നുകൂടെ നോക്കിക്കേ മക്കളെ, നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്. കുഞ്ഞി ട്രയാങ്കിൾ വരുന്നത് 45 ഡിഗ്രി വരുന്നതാണ്, ഇതല്ല കേട്ടോ 45 ഡിഗ്രി വരുന്നത്. 45 ഡിഗ്രി വരുന്നതിൻ്റെ 45യുടെ ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. ഓപ്പോസിറ്റ് എന്ത് വന്നു? എക്സ് എടുത്തു, നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ വലിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. അപ്പം ഞാൻ ആദ്യം 2 ട്രയാങ്കിളിൻ്റെയും കോമൺ ആയിട്ടുള്ള സൈഡാണ് ചെക്ക് ചെയ്യുന്നത്. അതിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 1 യൂണിറ്റ് എക്സ് ആണെങ്കിൽ ഈ മൊത്തത്തിൽ, അതായത് പോളിൻ്റെ ലെങ്ത്തും ടവറിൻ്റെ ലെങ്ത്തും കൂടെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ √3 യൂണിറ്റ് √3x വന്നു. അങ്ങനെയാണെങ്കിൽ പോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ മൊത്തത്തിൽ നിന്നും ടവറിൻ്റെ ലെങ്ത് നമ്മൾ മൈനസ് ചെയ്തതല്ലേ, അതായത് √3x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 7 മീറ്റർ ആണെങ്കിൽ എന്താ കാണേണ്ടത്? ടവറിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എക്സ് കോമൺ ആയിട്ട് എടുക്കുക, ഒന്ന് അപ്പുറത്തേക്ക് എഴുതാണേ. എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? √3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 7 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് 7/√3 മൈനസ് 1 വരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻസറിലൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് ഡിനോമിനേറ്ററിൽ ഇതേപോലെ തേർഡ് വാല്യൂ അല്ലെങ്കിൽ വരുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് മുകളിലും താഴെ നമ്മൾ √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × √3 + 1 a - b × a + b എന്ന് പറഞ്ഞാൽ a² - b². √3യുടെ സ്ക്വയർ 3 മൈനസ് 1 2 വന്നു. സോ ദ ആൻസർ വിൽ ബി 7 × √3 + 1/2 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോറി ഇത് സെയിം സംഭവം തന്നെയാണ് അല്ലേ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഞാനതൊന്ന് വൃത്തിയിൽ കൊടുത്തതായിരുന്നു, തൽക്കാലം അവിടെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വിടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ പോയിന്റ് ഓഫ് 12 മീറ്റർ എബോവ് ദ വാട്ടർ ലെവൽ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ഹിൽ ഈസ് 60 ഡിഗ്രി ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ബേസ് ഓഫ് ദ ഹിൽ ഈസ് 30 ഡിഗ്രി. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഹില്ല്? നോക്കിക്കേ, ഫ്രം എ പോയിന്റ് 12 മീറ്റർ എബോവ് ദ വാട്ടർ ലെവൽ, അതങ്ങനെ പറയാൻ കാരണം വേറൊന്നല്ല, നിങ്ങൾ വെള്ളം വരയ്ക്കാനൊന്നും നിൽക്കണ്ട. അതായത് നമ്മുടെ നിരപ്പിൽ നിന്നും, സമതലത്തിൽ നിന്നും, നിരപ്പിൽ നിന്നും അല്ലേ, കടൽ, ഈ ഒരു സീ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കരയിൽ നിന്നും ഇത്ര ഉയരത്തിൽ, നമ്മൾ ഹില്ലിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്, ഹില്ലെന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും ഒരുപാട് ഉയരത്തിൽ വരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു സാധാ നിരപ്പിൽ നിന്നും ഒരു 12 മീറ്റർ ഉയരത്തിൽ ഒരു ടോപ്പ് ഓഫ് ഹില്ലിലോട്ടുള്ള, ഇവിടെ ഒരു ഹില്ലുണ്ടെങ്കിൽ അവിടേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്? 60 ഡിഗ്രി ആണ്. ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ബേസ് ഓഫ് ഹില്ല്, ഇതേ പോയിന്റിൽ നിന്നും ഈ ഹില്ലിൻ്റെ താഴത്തോട്ട് വരുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി, അല്ലെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഹില്ലിൻ്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്നും ഹില്ലിലോട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഹില്ലിലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ അതിൻ്റെ താഴത്തോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട് എന്ത്? ഇത് 60 ഡിഗ്രി ആണ്. ഇതെന്താണ്? 30 ഡിഗ്രി ആണ്. ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇതെന്താണ്? 12 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഹില്ല് ഇത് മൊത്തത്തിലാണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പം
ഇത് നമുക്ക് 12 മീറ്റർ ആണെന്ന് പറയാം അല്ലേ. ഇത് 12 മീറ്റർ ആണ്. ഇനി ഈ ലെങ്ത്തും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പം ഈ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എടാ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് എന്താണ്? 12 ആണ്. 30യുടെ ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ ഈ ആംഗിൾ എന്താ വരേണ്ടത്? 60 ആണ്. 60യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് 12 ആണെങ്കിൽ 60ൻ്റെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ് 12√3 വരും. 12√3. ഇത് 12√3 ആണെങ്കിൽ ഇതും എന്താണ്? 12√3 ആണല്ലേ. വീണ്ടും നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 60 ആണ് വരുന്നത്. ഇവിടെ എന്ത് വരും? 30 ഡിഗ്രി. നോക്കിക്കേ, 30യുടെ ഓപ്പോസിറ്റ് 12√3. അതായത് ഒരു യൂണിറ്റ് 12√3 ആണെങ്കിൽ നമുക്ക് 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ഡിസ്റ്റൻസ് ഞാനിവിടെ AB എന്ന് തൽക്കാലം കൊടുക്കുകയാണേ. ABയുടെ വാല്യൂ എന്ന് പറയുന്നത് √3 യൂണിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12√3 ഇൻറ്റു √3. 12 ഇൻറ്റു √3 ഇൻറ്റു √3 3 ആണ്. 12 ഇൻറ്റു 3 36 കിട്ടും. ABയുടെ വാല്യൂ 36 ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 36 പ്ലസ് 12 48 മീറ്റർ ആണെന്ന് പറയാൻ സാധിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. As observed from the top of a lighthouse 45 meter high above the sea level, the angle of depression of a ship sailing directly towards it changes from 30 degree to 45 degree. The distance travelled by the ship during the period of observation is. നോക്കിക്കേ, കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരാൾ എന്ത് ചെയ്യാണ്? അതായത് ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും 45 മീറ്റർ വരുന്ന ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും ഒരു ഷിപ്പിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഷിപ്പ് എങ്ങോട്ടേക്കാണ് സെയിൽ ചെയ്യുന്നത്? ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ നേരെ സെയിൽ ചെയ്ത് വരികയാണ്. നമുക്കിതാ ഫിഗർ കൊടുക്കാം. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? ലൈറ്റ് ഹൗസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഷിപ്പ് വരുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ ഡിസ്റ്റൻസ് വരുന്ന 45 മീറ്റർ ആണ്. ഈ ഒരു ഇതിങ്ങോട്ടേക്ക് സെയിൽ ചെയ്ത് വരുമ്പോൾ ആദ്യം 30 ഡിഗ്രി ആംഗിൾ, ഇപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ അത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ മൂവ് ചെയ്ത് മുന്നോട്ട് എത്തിക്കഴിയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 30 എന്നുള്ളത് ഇപ്പം എന്താവുന്നുണ്ട്? 45 ഡിഗ്രി ആവുന്നുണ്ട്. ഇത് 45 മീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എടാ ഇവിടെ നോക്കിക്കേ, ഇത് 45 ആണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കണം. ഇവിടെ 45 അല്ലേ, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആണ്. ഇത് 45 മീറ്റർ ആണെങ്കിൽ ഇതും എന്താണ്? 45 മീറ്റർ ആണ്. ഇനി നമ്മുടെ വലിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് 45 ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ്. അതായത് ഞാനിത് മൊത്തത്തിൽ ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ ABയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഒരു യൂണിറ്റ് 45 ആണെങ്കിൽ ഇപ്പുറത്ത് √3 യൂണിറ്റ് 45 √3 വരും. അപ്പോൾ നോക്കിക്കേ, മൊത്തത്തിൽ ABയുടെ വാല്യൂവും കിട്ടി, ACയുടെ വാല്യൂ 45ഉം കിട്ടിക്കഴിഞ്ഞാൽ BCയുടെ വാല്യൂ എത്രയാ? BC ഈസ് ഈക്വൽ ടു 45 √3 മൈനസ് 45. നമുക്ക് നോക്കിക്കേ, കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. 45 കോമൺ ആയിട്ട് എടുത്താൽ 45 ഇൻറ്റു √3 മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു √3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1.732 മൈനസ് 1 0.732 0.73 എടുക്കുകയാണ്. തൽക്കാലം ഞാൻ 0.73 എന്ന് കൊടുത്തു, ഒന്ന് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 തവണ ഇവിടെ 20 ടൈംസ് 73 ഇൻറ്റു 9. ഇതൊക്കെ അപ്രോക്സിമേഷൻ വാല്യൂസ് ആണ് മക്കളെ. 79 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 630 650/20 വരും അല്ലേ. അപ്രോക്സിമേഷൻ വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 3 2 6 ബാക്കി 2 2 4 17 8 2 16 328 പോയിൻ്റ് അല്ല 32 പിന്നെ 10 കൊണ്ട് ഡിവൈഡും ചെയ്യുമ്പോൾ 32.8 സംതിങ് കിട്ടും. അപ്രോക്സിമേഷൻ എടുക്കുമ്പോൾ 32.9 മീറ്റർ ആണെന്ന് പറയാൻ സാധിക്കും. സോൾവ് ചെയ്താൽ മതി. ഇവിടെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, സോൾവ് ചെയ്താൽ മതി കേട്ടോ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ദ ടോപ്പ് ഓഫ് എ ബ്രോക്കൺ ട്രീ ടച്ചസ് ദ ഗ്രൗണ്ട് അറ്റ് 60 ഡിഗ്രി ആംഗിൾ 45 മീറ്റർ അവേ ഫ്രം ദ റൂട്ട് ഓഫ് ദ ട്രീ. വാട്ട് വിൽ ബി ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ട്രീ? ഒരു ട്രീ നോക്കിയേ, ഒരു ട്രീ, ഇതാണ് നമ്മുടെ ട്രീ. എന്ത് ചെയ്യുന്നുണ്ട്? അത് ബ്രോക്കൺ ടോപ്പ് ഓഫ് എ ബ്രോക്കൺ ട്രീ ടച്ചസ് ദ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് മുറിഞ്ഞ് വീഴാന്നാണ് ഒരു
ട്രീ എന്ത് ചെയ്യാണ്, മുറിഞ്ഞു വീഴുമ്പം അതിൻ്റെ മുകൾ ഭാഗം ടോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിൽ 60 ഡിഗ്രി ആംഗിളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ട്രീ എങ്കിൽ അത് മുറിഞ്ഞു വീഴാന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോയിന്റ് എന്നാ മുറിയുന്നതെന്ന് വിചാരിക്കുക. മുകൾ ഭാഗം എന്ത് ചെയ്തു, വീണിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 60 ഡിഗ്രി ആംഗിള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്രൗണ്ടുമായിട്ട് 60 ഡിഗ്രി ആംഗിള് ടച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് എവിടെയാണ് കിടക്കുന്നത്, 45 മീറ്റർ എവേ ഫ്രം ദ റൂട്ട് ഓഫ് ദ ട്രീ. ട്രീയുടെ താഴത്ത് നിന്നും 45 മീറ്റർ നീങ്ങിയിട്ടാണ് എന്തുള്ളത്, ആ ഒരു ട്രീയുടെ ടോപ്പ് ഭാഗം നിൽക്കുന്നത്. സത്യത്തിൽ ഇതെന്താണ്, ഇതും എന്താണ്, ട്രീ ആണ് കേട്ടോ. ട്രീ ഇവിടെ നടുക്ക് വെച്ച് മുറിഞ്ഞിട്ട് താഴത്തോട്ട് പോയതാണ്. സോ നമുക്ക് കാണേണ്ടത് ട്രീയുടെ ടോട്ടൽ ഹൈറ്റ് അഥവാ ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് ആണ്. അപ്പം ഇവിടെ 60 ഡിഗ്രി, ഇതെന്തായിരിക്കും 30 ഡിഗ്രി അല്ലേ. ഇത് 30 ഇത് 60 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് 45 ആണെങ്കിൽ √3 യൂണിറ്റ് ഇവിടെ എന്ത് വരും, 45 √3 വരും. ഇതെന്ത് വരും, ഇത് 90യുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റ് 2 × 45 90 വരും. അപ്പം ട്രീയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാണ്, ഈ ഡിസ്റ്റൻസ് പ്ലസ് ഇത് വരണം അല്ലേ. ഇപ്പോൾ 45 √3 പ്ലസ് 90യിൽ ഞാൻ 45 കോമൺ പുറത്തേക്ക് എടുത്താൽ √3 പ്ലസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 × √3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1.73 പ്ലസ് 2 3.73. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് കാൽക്കുലേഷൻ എളുപ്പമാക്കുക. ഇതൊക്കെ അപ്രോക്സിമേഷൻ ആണ്. 45 × 373 ഡിവൈഡഡ് ബൈ 100 20 ടൈംസ് 9 ടൈംസ്, അതായത് 373/20 ചെയ്യുന്ന സമയത്ത് 373 × 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 373 × 9 എന്ന് പറയുമ്പോൾ 27 6 33,350 1 ബാക്കി 13 6 2 12 15 2 14 17 8 2 16 ബാക്കി ഒരു 10 കൂടെ വരാനുണ്ട്. 167.8 സംതിങ് 167.85 മീറ്റർ ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ മാത്സ് ഗൈഡ് ബൈ SNB എന്നുള്ള ചാനലിൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ആൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ, നമുക്ക് പുതുതായിട്ടുള്ള നമ്മുടെ ബാച്ചസും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള SSC CGL എക്സാംസ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബാച്ച് പേര് പോലെ തന്നെ എന്താണ്, ബിഗിനേഴ്സിനുള്ളതല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും Tier 1 മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ബാച്ചാണ്. ഫീസ് വരുന്നത് 1,999 ആണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. 8714418777 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾസോ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുമായിരിക്കും. ഇതല്ലാതെ SSC CGL സെലക്ഷൻ ബാച്ച് വരുന്നുണ്ട്. അതായത് ബിഗിനേഴ്സിനാണെങ്കിൽ മാസ്റ്റർ ബാച്ച് അല്ലാതെ സെലക്ഷൻ ബാച്ച് റെഗുലർ ആയിട്ടുള്ളതും വരുന്നുണ്ട്. അതേപോലെ CGL മാത്രമല്ല CHSLനും അതേപോലെ തന്നെ CPOക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ബാച്ചസ് അതും വരുന്നുണ്ട്. ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇതും കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് MTS വിന്നേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അതാണെങ്കിൽ നിങ്ങൾക്ക് 10ാം തരം യോഗ്യത അല്ലെങ്കിൽ 10 ലെവൽ നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ബാച്ചും വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് എല്ലാ സെൻറ്റേഴ്സിലോട്ടും വരുന്നുണ്ട്. 8 സെൻറ്റേഴ്സിലോട്ടാണ് നമ്മൾ ജൂണിൽ ഓഫ്ലൈൻ ആയിട്ട് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു മാസത്തിൽ ആദ്യം തന്നെ ജൂണിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു 8 സ്ഥലങ്ങളിലായിട്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഒരു 10 ദിവസത്തെ ഫ്രീ ക്ലാസ്സും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക്